ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. 1954 ഫ്രാൻസിലാണ് ആദ്യമായി GST ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അതിനുശേഷം ഏകദേശം 140ഓളം രാജ്യങ്ങളിൽ GST ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും വിജയിച്ചിട്ടുമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് GST ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. 1947 ശേഷം എടുത്ത ഏറ്റവും ടാക്സ് രംഗത്തെ ഏറ്റവും വിപ്ലവകരമായ തീരുമാനമെന്ന് വിദഗ്ധർ ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നമുക്ക് GSTയെക്കുറിച്ചുള്ള ആശങ്കകളെക്കുറിച്ചും ഏതൊക്കെ സാധനങ്ങൾ കാരണം വില കുറയാൻ സാധ്യതയുള്ളത്, വില കൂടാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. രാജ്യം ഒരു നികുതി എന്ന മുദ്രാവാക്യമാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇന്ത്യയിൽ എവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചാലും ഒരു ഒറ്റത്തവണ മാത്രം നികുതി നൽകിയാൽ മതി. അതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്നാണ് ചിലപ്പോൾ പലപ്പോഴും അസംസ്കൃത വസ്തുക്കൾ നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്നായിരിക്കും കിട്ടുന്നത്, അത് മാനുഫാക്ചർ ചെയ്യുന്നത് മറ്റൊരു സ്റ്റേറ്റിലായിരിക്കും. പലപ്പോഴും നമുക്ക് പ്രീവിയസ് ടൈമിൽ നമുക്ക് അവിടെ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് പ്രവേശന നികുതിയൊക്കെ കൊടുക്കേണ്ടി വരും. അതായത് തമിഴ്നാട്ടിൽ നിന്നൊരു സാധനം കേരളത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ചെക്ക് പോസ്റ്റുകളിൽ നികുതി കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരു തവണ മാത്രം നികുതി കൊടുത്താൽ മതി, നമുക്കത് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ അതോടൊപ്പം ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന ലോജിസ്റ്റിക് ഏരിയയിലാണ്. അതായത് സാധനങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സിയുടെ ഗുണം ഒരുപക്ഷെ നല്ല രീതിയിൽ ലോജിസ്റ്റിക് മേഖലയിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നികുതിക്ക് മേൽ നികുതിയില്ല. നമുക്ക് GSTക്ക് മുമ്പും GSTക്ക് ശേഷവുമുള്ള കണക്കുകളിലേക്കൊന്ന് പോയി നോക്കാം. അതായത് GSTക്ക് മുമ്പ് ഒരു ഷർട്ടിൻ്റെ വില 161 രൂപ 51 പൈസയാണെങ്കിൽ അതേ ഷർട്ടിൻ്റെ വില GSTക്ക് ശേഷം 133 രൂപ 21 പൈസ ആയിരിക്കും. അതിന് കാരണം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ തവണ അതായത് GSTക്ക് മുമ്പ് നമ്മൾ മൊത്തം നികുതി അടയ്ക്കുന്നത് 49 രൂപ 50 പൈസയാണ്. അതിൻ്റെ കണക്കുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. GSTക്ക് ശേഷം നമ്മൾ അടയ്ക്കുന്ന നികുതി എന്ന് പറഞ്ഞത് 13 രൂപ 21 പൈസ മാത്രമാണ്. അതായത് GST വന്നതുകൊണ്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അതായത് വിലയുടെ വ്യത്യാസം എന്ന് പറഞ്ഞത് 25 രൂപ 30 പൈസയാണ് വ്യത്യാസം. അതായത് GST വന്നതുകൊണ്ട് അത്രയും ടാക്സാണ് നമുക്ക് ലാഭം. GSTക്ക് മുമ്പുള്ള ടാക്സ് കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. അതായത് ഒരു ഷർട്ടിൻ്റെ ഉൽപ്പാദന ചെലവെന്ന് പറഞ്ഞാൽ 100 രൂപയായിരിക്കും. ആ 100 രൂപയ്ക്ക് അദ്ദേഹം നികുതി, അതായത് അസംസ്കൃത വസ്തുക്കളും ഒക്കെ മേടിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു 10 രൂപ ടാക്സ് നൽകിയെന്ന് വിചാരിക്കാം. അദ്ദേഹം ഉൽപ്പാദനത്തിന് ശേഷം ലാഭം 10 രൂപ ഇട്ട് ആ ഷർട്ടിൻ്റെ വില 110 രൂപയാകുന്നു. ആ 110 രൂപയ്ക്ക് ശേഷമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, നമ്മൾ ടാക്സ് ആഡ് ചെയ്യുന്നത്. ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 10% ഒന്ന് കണക്ക് കൂട്ടുക. അപ്പോൾ 110ൻ്റെ 10% എന്ന് പറയുന്നത് 11 രൂപ. ആ 11 രൂപ വെച്ചിട്ട് അദ്ദേഹം വിൽക്കുന്നത് 121 രൂപയ്ക്കായിരിക്കും അദ്ദേഹം ആ മാനുഫാക്ചറർ ആ ഷർട്ട് വിൽക്കുന്നത്. അത് നേരെ വാങ്ങുന്നത് ആരായിരിക്കും? ഹോൾസെയിൽ ഡീലറായിരിക്കും. അതായത് GSTക്ക് മുമ്പുള്ള കണക്കാണ്, ടാക്സ് കാൽക്കുലേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ ഹോൾസെയിൽ ഡീലർ വരുമ്പോഴത്തേന് അദ്ദേഹം വാങ്ങുന്നത് 121 രൂപയ്ക്കായിരിക്കും ആ ഷർട്ട് വാങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ലാഭം 10 രൂപ ആഡ് ചെയ്യുന്നു, 131 രൂപ ആണ്. ഇപ്പോൾ അദ്ദേഹം 10 രൂപ ആഡ് ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ ടാക്സ് ആഡ് ചെയ്യുന്നത്. ടാക്സ് 10% ആഡ് ചെയ്യുന്നത് 13 രൂപ 10 പൈസ. അപ്പോൾ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 144 രൂപയാണ്. 44 രൂപയ്ക്ക് ചില്ലറ വ്യാപാരി വാങ്ങുന്നു, അദ്ദേഹം എന്താ 10 രൂപ ലാഭം ആഡ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ എന്താണ് ടാക്സ്, അതിൻ്റെ 10% ടാക്സ് ആഡാവുന്നു. അപ്പോൾ എത്രയായി? 169 രൂപയാവുന്നു. അതിൻ്റെ 10% ടാക്സ് ആഡ് ചെയ്യുമ്പോൾ ഏകദേശം നികുതി മാത്രമായിട്ട് നൽകിയത് 49 രൂപ ആണ്. ഈ ഒരു 49 രൂപയിലാണ് നമുക്ക് ചേഞ്ച്, അല്ലെങ്കിൽ GSTക്ക് ശേഷം നമുക്ക് ഈ 49.5 രൂപയ്ക്ക് പകരം നമുക്ക് ചിലവാകുന്നത് 13.5 രൂപ മാത്രമായിരിക്കും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. GSTക്ക് ശേഷമുള്ള ടാക്സ് കാൽക്കുലേഷൻ എങ്ങനെയെന്ന് നോക്കാം. ഉൽപ്പാദന ചിലവ് അതേ ഷർട്ടിന് 100 രൂപ ആകുന്നു. അദ്ദേഹം ഓൾറെഡി 10 രൂപ നികുതി അടച്ചിട്ടുണ്ട്. അദ്ദേഹം ലാഭം 10 രൂപയും കൂട്ടി വില ഇടുന്നു, 110 രൂപ ഇടുന്നു. അദ്ദേഹം ഈ GSTക്ക് ശേഷമാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടാക്സ് എത്രയാണ് വരുന്നത്? 11 രൂപ വരുന്നു. അദ്ദേഹം നമുക്ക് ഒരിക്കൽ മാത്രം ടാക്സ് അടച്ചാൽ മതി എന്നാണ് GST പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി 10 രൂപ അടച്ചിട്ടുണ്ട്, ആ 10 രൂപ കുറയ്ക്കുന്നു. ആ 10 രൂപ കുറയുന്നതുകൊണ്ട് പിന്നീട് നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് 1 രൂപ മാത്രമാണ്. അങ്ങനെ 111 രൂപയാണ് മാനുഫാക്ചർ വിൽക്കുന്നത് 111 രൂപയ്ക്കാണ്. അതേ സാധനം തന്നെ നമ്മൾ ഹോൾസെയിൽ ഡീലർ വരുന്നു, അദ്ദേഹം വാങ്ങുമ്പോഴാണ് 111 രൂപയ്ക്ക് വാങ്ങുന്നു, 10 രൂപ ലാഭം അദ്ദേഹം ഇടുന്നു. അതിനുശേഷം നികുതിയാണ് 121ൻ്റെ 10% നികുതി, 12.1. അതിൽ നിന്ന് നമ്മൾ പ്രീവിയസ് ആയിട്ട് നമ്മൾ അടച്ച ടാക്സ് എന്ന് പറയുന്നത് 11 രൂപയാണ് നമ്മൾ ടാക്സ് അടച്ചിരിക്കുന്നത്. മൊത്തം 11 രൂപ നമ്മൾ ടാക്സ് അടച്ചിട്ടുണ്ട്. ആ ടാക്സ് നമ്മൾ
ആ ടാക്സ് നമ്മൾ ഇവിടുന്ന് കുറയ്ക്കും. ആ 12.1 രൂപയിൽ നിന്ന് ആദ്യം അടച്ച ടാക്സ് ഇവിടുന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ₹1.10 ആണ്. ഇതൊന്നിൻ്റെ കൂടെ ₹1.10 കൂട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ₹122.10 നമുക്ക് ഇപ്പോൾ ഉള്ളത്. ചില്ലറ വ്യാപാരി അത് വാങ്ങുന്നത് ₹122.10 അദ്ദേഹം ലാഭം 10 രൂപ ആഡ് ചെയ്യുന്നു. അദ്ദേഹം അതിനുശേഷമാണെങ്കിൽ ആഡ് ചെയ്യുന്നു. അതിനുശേഷമാണെങ്കിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ₹13.21 നമ്മൾ ടാക്സ് ആയിട്ട് ആഡ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ പ്രീവിയസ്ലി ₹12.10 ടാക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതിനകത്തിൽ നിന്ന് കുറയ്ക്കുന്നു. അപ്പോൾ ₹1.11. ആ ₹1.11 അവസാന വിലയായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ₹133.21 നമ്മൾ ഈ തവണ നൽകിയ ടാക്സ് എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം അതായത് GSTക്ക് ശേഷം നമ്മൾ ടാക്സ് നൽകേണ്ടതെന്ന് പറഞ്ഞാൽ ₹13.21 മാത്രമാണ്. പ്രീവിയസ്ലി നമ്മൾ നൽകിയത് ₹49 നമ്മൾ ടാക്സ് നൽകിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അതായത് ടാക്സിന് മുകളിൽ ടാക്സ് ഇല്ല എന്നുള്ള കൺസെപ്റ്റാണ് GSTക്ക് ശേഷം വരുന്നത്. ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം. ഈ കണക്കുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ GST ഒക്കെ വരുന്നുണ്ട് നമുക്കൊരു പരിധിവരെ മൊണോപ്പൊളി ഒക്കെ നമുക്കൊരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. ഈ മൊണോപ്പൊളി എങ്ങനെ ഒഴിവാക്കുമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാനൊരു കാർ മാനുഫാക്ചറാണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്കാണെങ്കിൽ ടയർ വേണം, അല്ലെങ്കിൽ നമുക്ക് പെയിൻറ്റ് വേണം, അങ്ങനെ പല സാധനങ്ങൾ റോ മെറ്റീരിയൽസൊക്കെ പല ആളുകളിൽ നിന്നായിരിക്കാം നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഞാനിങ്ങനെ പല ആളുകളിൽ നിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യുമ്പോഴത്തേന് അവർ അല്ലെങ്കിൽ കാറ് ടയർ ഉണ്ടാക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ റബ്ബർ വാങ്ങുന്നു, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പല ആളുകളിൽ നിന്ന് വരുമ്പോഴാണ് എല്ലാ ആളുകളും ചെറുകിട വ്യവസായികൾ തൊട്ട് മാനുഫാക്ചർ വരെ ഒരുപാട് ടാക്സ് ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ പല സ്ഥലത്തു നിന്ന് റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുമ്പോൾ ടയർ ആയാലും പെയിൻ്റ് ആയാലും അതേകണക്കുള്ള മറ്റ് ക്ലച്ച് ബ്രേക്ക് അങ്ങനെ പല അസംബിൾ ചെയ്യുന്ന സാധനങ്ങളല്ല, എൻജിൻ അങ്ങനെയെല്ലാം പല സ്ഥലത്തു നിന്ന് വാങ്ങുമ്പോൾ എനിക്ക് വളരെയധികം ലോസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അമിതമായ ടാക്സ്, അല്ലാതെ ടാക്സിൻ്റെ മുകളിൽ ടാക്സ് ആഡ് ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യമായിരുന്നു GSTക്ക് മുമ്പുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ വലിയൊരു ബിസിനസ്മാൻ ആണെങ്കിൽ ഞാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഈ യൂണിറ്റുകളെല്ലാം തന്നെ, അല്ലാതെ ടയർ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ ഒരു യൂണിറ്റ് ശ്രമിക്കുക, അല്ലെങ്കിൽ ക്ലച്ച് ബ്രേക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഞാൻ എന്നെ പോലുള്ള വലിയൊരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇതുകൊണ്ടുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചെറുകിട തൊഴിലവസരങ്ങൾ ഒരുപാട് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാണ്ട് അല്ലെ ബിസിനസ്സുകാർ ചിന്തിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവർക്ക് അമിതമായ വില നൽകേണ്ടി വരുന്നു. ഇപ്പോൾ ഈ ഒരു സിനാരിയിൽ അവർക്കും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കും വില കുറച്ച് കിട്ടുന്നതുകൊണ്ട് അവർ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത്രയും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. GSTയെക്കുറിച്ചും GSTയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.